ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് രോഗങ്ങളും അപരനാമങ്ങളും. കുറച്ച് കോഡുകളൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചിക്കൻ പോക്സ്, വെരിസെല്ല. സ്മാൾ പോക്സ്, വെരിയോല. ജർമ്മൻ മിസിൽസ്, റുബെല്ല. മിസിൽസ്, റൂബിയോല. ടെറ്റനസ്, ലോഗ്ജ അല്ലെങ്കിൽ കുതിരസന്നി. വില്ലൻ ചുമ, പെർട്ടൂസീസ്. കൺജക്റ്റീവ്സ്, പിങ്ക് ഐ. ക്ഷയം, വൈറ്റ് പ്ലേഗ്. പ്ലേഗ്, കറുത്ത മരണം. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം ചിക്കൻ പോക്സ്, വെരിസെല്ല. അപ്പോൾ ഞാനാക്കിയ ഒരു കോഡ് എന്ന് വെച്ചാൽ ചിക്കൻ പോക്സ് അല്ലേ, അപ്പോൾ ഒരു ബോക്സിൽ ചിക്കൻ, ആ ചിക്കൻ നമ്മളെ വാരിയെടുക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, ബോക്സിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ട്, ആ ചിക്കൻ നമ്മൾ വാരിയെടുക്കും. അപ്പോൾ ചിക്കൻ പോക്സ് വാരിയെടുക്കുമല്ലോ, അപ്പോൾ വെരിസെല്ല എന്നാണ് വെരിസെല്ല. നെക്സ്റ്റ് സ്മാൾ പോക്സ്, അത് വെരിയോല. അപ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ചിക്കൻ പോക്സും സ്മാൾ പോക്സിൻ്റെയും അപരനാമങ്ങൾ തമ്മിൽ. അപ്പോൾ അത് മാറിപ്പോകരുത്. ചിക്കൻ പോക്സ് ആവുന്ന സമയത്ത് ബോക്സിന് ചിക്കൻ നമ്മൾ വാരിയെടുക്കും, ചിക്കൻ അല്ലേ, ചിക്കൻ വാരിയെടുക്കും. സ്മോൾ പോക്സ് ആകുമ്പോൾ സ്മോൾ ആണല്ലേ, അപ്പോൾ സ്മോൾ ഓല എന്ന് ചിന്തിക്കുക. സ്മോൾ ഓല, ചെറിയ ഓല, വെരിയോല. ഓക്കെ, നെക്സ്റ്റ് ജർമ്മൻ മിസിൽസ്, റുബെല്ല. അപ്പോൾ ജർമ്മൻ മിസിൽസ്, റുബെല്ല ഞാൻ ഉണ്ടാക്കിയ കോഡെന്ന് വെച്ചാൽ ജർമ്മൻ അല്ലേ, ജാറ്, അതിന് നമുക്ക് ജെർന്നെടുക്കാം. അപ്പോൾ ജാറ് ആയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചൂടെ. അപ്പോൾ ജാറ്, പുതിയ ജാറൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെല്ല ബെല്ല എന്ന് പാട്ട് പാടി ഡാൻസ് കളിക്കുന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. പുതിയ സാധനം വാങ്ങിയാൽ നമ്മൾ അങ്ങനെയല്ലേ. അപ്പോൾ ഒരു മസിൽ മാനാണ് ജാറ് വാങ്ങിയിട്ട് ബെല്ല ബെല്ല എന്ന് പാട്ട് പാടുന്നതെന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ മിസിൽസ്, ജർമ്മൻ മിസിൽസ്. അപ്പോൾ ജാറ്, മസിൽ, ബെല്ല. ഓക്കെ, ജർമ്മൻ മിസിൽസ്, റുബെല്ല. നെക്സ്റ്റ് വെറും മിസിൽസ്, അത് റൂബിയോല. ഓക്കെ, വെറും മിസിൽസ് ആകുമ്പോൾ വെറും മസിലുള്ള ആൾ. ഓക്കെ, ഒരു ഓല വലിക്കുന്നതെന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ മാറിപ്പോകരുത്, ഒന്നുകൂടി പറയാം. ചിക്കൻ പോക്സ് ആകുമ്പോൾ ബോക്സിൽ നിന്ന് ചിക്കൻ നമ്മൾ വാരിയെടുക്കും. ഓക്കെ, അപ്പോൾ വെരിസെല്ല. സ്മോൾ പോക്സ് ആകുമ്പോൾ വെരിയോല, സ്മോൾ ഓല. ഓക്കെ, മാറരുത്, പഠിക്കുക. ഓക്കെ, ദെൻ ജർമ്മൻ മിസിൽസ് എന്ന് പറഞ്ഞാൽ മസിലുള്ള ആൾ പുതിയ ജാറ് വാങ്ങിക്കഴിഞ്ഞാൽ ബെല്ല ബെല്ല ഡാൻസ് കളിക്കും. ഓക്കെ, ജർമ്മൻ മിസിൽസ്, റുബെല്ല. നെക്സ്റ്റ് വെറും മിസിൽസ് ആകുമ്പോൾ റൂബിയോല. ഓക്കെ, നെക്സ്റ്റ് ടെറ്റനസ്. ടെറ്റനസ്, ലോഗ്ജ അല്ലെങ്കിൽ കുതിരസന്നി. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് കൂടുമെന്ന് വെച്ചാൽ ടെറ്റനസ് പറയുമ്പം ടൈറ്റ് എന്ന് ആലോചിക്കുക, ടൈറ്റ്. അപ്പോൾ ലോകം മൊത്തം ടൈറ്റിലാണ്. ഓക്കെ, സാമ്പത്തിക ടൈറ്റിൽ നമ്മൾ വീട്ടിനൊക്കെ പറയില്ലേ, ടൈറ്റാണ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ലോകം മൊത്തം ടൈറ്റാണ് എന്ന് കണക്ട് ചെയ്യുക. ടെറ്റനസ്, ടെറ്റ. ഓക്കെ, ടൈറ്റ്, ലോകം മൊത്തം ടൈറ്റാണ്. പിന്നെ കുതിരസന്നി, അതെങ്ങനെ കണക്ട് ചെയ്യാം? കുതിര എന്ന് പറയുമ്പോൾ കുതിരയുടെ ബോഡിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ഭയങ്കര ടൈറ്റായി വലിച്ചു കിട്ടിയ പോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുതിരയുടെ ബോഡിയൊക്കെ ഭയങ്കര ടൈറ്റാണ്. അതുപോലെ പന്നിയുടെ ബോഡിയും ഭയങ്കര ടൈറ്റാണ് എന്ന് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് കുതിരസന്നിയും ടെറ്റനസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, അപ്പോൾ ടെറ്റനസ്, ലോഗ്ജ, അത് അല്ലെങ്കിൽ കുതിരസന്നി. നെക്സ്റ്റ് വില്ലൻ ചുമ. വില്ലൻ ചുമ, പെർട്ടൂസീസ്. ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് വില്ലൻ. ഓക്കെ, ഒരു വില്ലൻ, ആ വില്ലൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടുപോകുന്ന, ഓക്കെ, വിചാരിച്ചാൽ മതി. വില്ലൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടുപോകും. വില്ലൻ ചുമ, പെർട്ടൂസിസ്, പെട്ടുപോകും. ഓക്കെ, വില്ലൻ ചുമ, ചുമയൊക്കെ വന്ന് നമ്മൾ പെട്ടുപോലില്ലേ, അതുപോലെ വില്ലൻ്റെ മുന്നിൽ നമ്മൾ പെട്ടുപോകുമെന്ന് ചിന്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് കൺജക്റ്റീവ്സ്, പിങ്ക് ഐ. കൺജക്റ്റീവ്സ്, പിങ്ക് ഐ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ കൺജക്റ്റീവ്സ് അല്ലേ, കണ്ണും ഐയും കണക്ട് ചെയ്തൂടെ. കൺജക്റ്റീവ്നെസ് എന്താണ്? പിങ്ക് ഐ, പിങ്ക് ഐ. ഓക്കെ, നെക്സ്റ്റ് ക്ഷയം, വൈറ്റ് പ്ലേഗ്. ക്ഷയം എന്ന് പറഞ്ഞാൽ വൈറ്റ് പ്ലേഗ്, രോഗങ്ങളുടെ രാജാവാണ് ഈ ക്ഷയം എന്ന് പറയുന്നത്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ക്ഷയം, വൈറ്റ് പ്ലേഗ്. ഇപ്പോൾ ക്ഷയം ഒക്കെ പറഞ്ഞാൽ ചുമ അല്ലേ, അപ്പോൾ ചുമ വരുമ്പം വൈറ്റ് അല്ലേ, നമ്മൾ ചുമച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് സാധനം വരുമല്ലേ, അപ്പോൾ ഒരു വൈറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ചെറിയൊരു കോഡുണ്ട്, ക്ഷയം തിരിച്ചിട്ട് എന്താണ്, യക്ഷിയുമായിട്ട് കണക്ട് ചെയ്യാലോ. യക്ഷി ആർക്കും വേണ്ടിയും വെയിറ്റ് ചെയ്യില്ലാന്ന് ആലോചിച്ചാൽ മതി. ഈ യക്ഷി വരുന്ന സമയത്ത് ഒരു ബാഗ് കൂടി എടുത്തിട്ടാണ് വരികയാണ് കണക്ട് ചെയ്യുക. എന്താണ്, ക്ഷയം നേരെ തിരിക്കുക, എന്ത് യക്ഷി കിട്ടും നമുക്ക് അല്ലേ. അപ്പോൾ ഈ യക്ഷി
ഒരു ബാഗ് എടുത്തിട്ട് വരും. ആ വൈറ്റ് ബാഗാണോന്നും ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ആരും വെയിറ്റ് ചെയ്യൂലെന്നോ, അല്ലെങ്കിൽ ഒരു വെള്ള ബാഗ് എടുത്തിട്ടാണ് വരുന്നോ, ഒക്കെ വെള്ള സാരിയൊക്കെ അല്ലേ എടുക്കുക, അപ്പോൾ വെള്ള ബാഗ് എടുത്തിട്ടാണ് വരുന്നുണ്ടെന്ന് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് പ്ലാഗ് കറുത്ത മരണം. പ്ലാഗ് എന്ന് ഞാൻ കണക്ട് ചെയ്തത് പ്ലാഗ് ബാഗ് കറുത്ത ബാഗല്ലേ അധികം ഉണ്ടാവുക കുട്ടികൾക്കെല്ലാം. ഒക്കെ ബാഗിൻ്റെ കളർ കറുപ്പാണെന്ന് വിചാരിക്കുക. കറുത്ത മരണം. ഓക്കെ, കറുത്ത മരണം. ഓക്കെ, ഒന്നുകൂടി പറയാം. ചിക്കൻ പോക്സ്, വെരിസെല്ല. പോക്സിൽ ചിക്കൻ ഉണ്ടാകുമ്പോൾ നമ്മൾ വാരിയെടുക്കും, വെരിസെല്ല. സ്മോൾ പോക്സ് ആകുമ്പോൾ സ്മോൾ ഓല, വെരിയോല. ജർമ്മൻ മിസിൽസ് പറയുമ്പോൾ എന്താണ്? റുബെല്ല. മസിൽ അല്ല, ജാറ് വാങ്ങിയാൽ ബെല്ല. ഓക്കെ, റുബെല്ല. നെക്സ്റ്റ് വെറും മിസിൽസ് ആകുമ്പോൾ റൂബിയോല. അല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. മിസിൽസ് എന്ന് പറയുമ്പോൾ വെറും മിസിൽസ് ആകുമ്പോൾ നമ്മൾ ആ നടുക്കത്തെ സീൽ മാത്രം എടുക്കുക. അപ്പോൾ സീൽ എവിടെയാണ് സീൽ ഉണ്ടാവുക? റൂബിയോല അല്ലെ, റൂപ്പിക്ക് സീൽ ഉണ്ടാവും. പൈസ. ഓക്കെ, റൂപ്പിക്ക് സീൽ ഉണ്ടാവുമെന്ന് കണക്ട് ചെയ്താലും മതി. അങ്ങനെ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള കോഡ് എന്ന് വിചാരിച്ചാൽ, എളുപ്പം കിട്ടുന്നത് വിചാരിച്ചാൽ അത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ടെറ്റനസ്. ടൈറ്റ്. ലോകം ടൈറ്റാണ്. ലോങ്ച. കുതിര ടൈറ്റാണ് അല്ലേ, കുതിര സന്നി. രണ്ടും എന്താണ്? ടെറ്റനസിൻ്റെ ആണ്. നെക്സ്റ്റ് വില്ലൻ ചുമ. വില്ലൻ്റെ മുമ്പിൽ നമ്മളെന്താവും? പെട്ടുപോവും. പെർട്ടൂസിസ്. നെക്സ്റ്റ് കൺജക്റ്റീവ്സ് അല്ലേ, അതെന്താണ്? കണ്ണ്, ഐ, പിങ്ക് ഐ. നെക്സ്റ്റ് ക്ഷയം എന്താണ് പറഞ്ഞത്? യക്ഷി അല്ലേ, തിരിച്ചിട്ട് യക്ഷിയാവും. യക്ഷി വെള്ള ബാഗും എടുത്തിട്ടാണ്, വെള്ള സാരി ഇട്ടിട്ടല്ലേ വരുക, അപ്പോൾ അതുപോലെ വെള്ള ബാഗും എടുത്തിട്ടാണ് വരുവാന്ന് കണക്ട് ചെയ്യുക. ക്ഷയം, വൈറ്റ് പ്ലാഗ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പ്ലാഗ് മീൻസ് ബാഗായിട്ട് കണക്ട് ചെയ്യാം. കറുത്ത മരണം. ഈ ക്ഷയവും പ്ലാഗും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ക്ഷയം എന്ന് പറയുമ്പോൾ യക്ഷി വെള്ളയാണ്, വെള്ള സാരി അല്ലേ എടുക്കുക, അപ്പം വൈറ്റ് വെള്ള കണക്ട് ചെയ്താൽ മതി, അപ്പോൾ മാറിപ്പോവില്ല. ലാസ്റ്റ് വൺ പ്ലാഗ്, കറുത്ത മരണം. ഓക്കെ. നെക്സ്റ്റ് ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസ്. ട്യൂബർകുലോസിസ്, കോക്സ് ഡിസീസ്. എലിപ്പനി, വിൽസ് ഡിസീസ്. മലമ്പനി, ബ്ലാക്ക് വാട്ടർ ഫീവർ. കുഷ്ഠം, ഹാൻസൻസ് ഡിസീസ്. ഡെങ്കിപ്പനി, ബ്രേക്ക് ബോൺ ഡിസീസ്. ആന്ത്രോക്സ്, ഈജിപ്തിലെ 5ാം പ്ലാഗ്. ഓക്കെ. നെക്സ്റ്റ് സാസ്, കില്ലർ ന്യൂമോണിയ. അപ്പോൾ ഞാൻ കോഡ് പറയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഗോയിറ്റർ. ഓക്കെ, ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസ്. ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കോയിൻ്റെ ഗ്രേവി എന്നാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗോയി എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ഗായി എന്നായിട്ട് എടുക്കാം, പശു, അല്ലെങ്കിൽ ഞാൻ കോഴി എന്നായിട്ട് എടുത്തത്. കോയി. അപ്പോൾ കോയിൻ്റെ ഗ്രേവി. ഓക്കെ, ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസ്. ഓക്കെ. നെക്സ്റ്റ് ട്യൂബർകുലോസിസ്, കോക്സ് ഡിസീസ്. ട്യൂബർകുലോസിസ് എന്താണ്? കോക്സ് ഡിസീസ്. അപ്പോൾ ഇതിനൊരു ചെറിയ കണക്ഷൻ എന്ന് പറയുന്നത് ട്യൂബില്ലേ, നമ്മുടെ ട്യൂബ്, ഈ ലൈറ്റൊക്കെ കത്തുന്ന ട്യൂബില്ല, ട്യൂബ് എന്താണ്? വെള്ള കളറല്ലേ, അതുപോലെയല്ലേ കൊക്ക്, വെള്ള കളറല്ലേ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ട്യൂബ് വെള്ള കളറാണ്, അതുപോലെയാണ് കൊക്കും വൈറ്റാണല്ലേ. അപ്പോൾ ട്യൂബർകുലോസിസ്, ട്യൂബ് പോലെ ഒരു നീളം വെച്ചതല്ലേ കൊക്ക്. ഓക്കെ, കോക്സ് ഡിസീസ് അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് എലിപ്പനി, വീൽസ് ഡിസീസ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്, വീല് പറഞ്ഞാൽ എന്താ? ചക്രം അല്ലേ, ഈ ചക്രത്തിൻ്റെ ഇടയ്ക്ക് കൂടെ അല്ലേ എലി ഇങ്ങനെ ഓടുന്നതായിട്ടൊന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. വീല് ചക്രത്തിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഒരു എലി ഇങ്ങനെ പാഞ്ഞു പോകുന്നതൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക, അപ്പം നമുക്കത് കിട്ടും. എലിപ്പനി, വീൽസ് ഡിസീസ്. നെക്സ്റ്റ് മലമ്പനി, ബ്ലാക്ക് വാട്ടർ ഡിസീസ്. മലമ്പനി എന്താണ്? ബ്ലാക്ക് വാട്ടർ ഡിസീസ്. നെക്സ്റ്റ് കുഷ്ഠം, ഹാൻസൻസ് ഡിസീസ്. കുഷ്ഠം എന്താണ്? ഹാൻസൻസ് ഡിസീസ്. ഇത് കുഷ്ഠം എന്ന് പറയുന്നത് നമ്മുടെ കൈക്കൊക്കെ ഒരു തരം വ്രണം വന്നിട്ടുള്ളതാണ്, ഒരു രോഗമല്ലേ. അപ്പോൾ അത് ഹാൻഡിനാണ് വന്നിട്ടുള്ളത്, ഹാൻഡിനാണ്. ഓക്കെ, അപ്പോൾ അത് ഹാൻഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കുഷ്ഠം, ഓക്കെ, ഹാൻസൻസ് ഡിസീസ്. ഓക്കെ. നെക്സ്റ്റ് ഡെങ്കിപ്പനി, ബ്രേക്ക് ബോൺ ഡിസീസ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ ഡാങ്കിനി. ഓക്കെ, ഡാങ്കിനി അമ്മമ്മക്കില്ലേ ലുട്ടാപ്പി മായാവി കഥയിൽ ഡാങ്കിനി അമ്മമ്മ. അപ്പോൾ ഡാങ്കിനി അമ്മമ്മ കുന്തത്തിലേക്കൂടെ പോവുകയാണ്. ആ കുന്തം നമുക്ക് ബോണായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ബോണിലേക്കൂടെ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു എന്ന് ആലോചിക്കുക. ഓക്കെ, ഡാങ്കിനി അമ്മമ്മ
എന്താണ് കിട്ടുക, പിന്നെ കൂടെ ഒരു ബോണ് കയറി, ഒരു കുന്തത്ത് കയറി, ഒരു ബോണല്ലേ കുന്തം പോലെ, ഓക്കെ, ബോണ് കയറി പോകുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഡെങ്കിപ്പനി, ബ്രേക്ക് ബോൺ ഡിസീസ്. നെക്സ്റ്റ് ആന്ത്രോക്സ്, ഈജിപ്തിലെ 5-ാം പനി. ആന്ത്രോക്സ് ഈജിപ്തിലെ 5-ാം പനി. നെക്സ്റ്റ് സാർസ്, കില്ലർ ന്യൂമോണിയ. സാർസ്, കില്ലർ ന്യൂമോണിയ. ഒന്നുകൂടി പറയാം, ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസാണ്, അല്ലെ കോയിൻ്റെ ഗ്രേവി. ട്യൂബർകുലോസിസ്, ട്യൂബ് പോലുള്ളത് കൊക്കാണ്, കോക്സ് ഡിസീസ്. എലിപ്പനി വീലിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടുന്നത് എലിയാണ്, അപ്പോൾ വീൽസ് ഡിസീസ്. മലമ്പനി, ബ്ലാക്ക് വാട്ടർ, ഓക്കെ, ബ്ലാക്ക് വാട്ടർ ഫീവർ. നെക്സ്റ്റ് കുഷ്ഠം, ഹാൻഡ് സെൻസ് ഡിസീസ്. നെക്സ്റ്റ് ഡെങ്കിപ്പനി, ഡാങ്കിനിയമ ബ്രേക്ക് ബോൺ ഡിസീസ്. ആന്ത്രോക്സ് ഈജിപ്തിലെ 5-ാം പനി. ദ ലാസ്റ്റ് വൺ സാർസ്, കില്ലർ ന്യൂമോണിയ. സാർസ് എന്താണ്? കില്ലർ ന്യൂമോണിയ. നെക്സ്റ്റ് ഹീമോഫീലിയ എന്താണ്? ക്രിസ്തുമസ് രോഗം അല്ലെങ്കിൽ രാജകീയ രോഗം. രക്തസമ്മർദ്ദം, നിശബ്ദനായ കൊലയാളി. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. സ്കർവി, നാവികരുടെ പ്ലാഗ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഹീമോഫീലിയ, അതെന്താണ്? ക്രിസ്തുമസ് രോഗം അല്ലെങ്കിൽ രാജകീയ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് ഹീമോഫീലിയ എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 അക്ഷരം എടുക്കുന്നത് ഹിമം, അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ ഹിമഗണം, അല്ലേ, എന്താ പറയുക, നമുക്കൊരു മഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിക്കൂടെ ഒരു ഹിമഗണം എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞിൻ്റെ ഒരു സംഭവം, അവിടെ ഭയങ്കര ഒരു മീൻസ് ഒരു രാജകീയമായ സ്ഥലമാണ്, അവിടെയാണ് ക്രിസ്മസ് പൂപ്പൻ ഉണ്ടായതെന്ന് ഒന്ന് ജസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് നോക്കുക. ഹീമോഫീലിയ പറഞ്ഞിട്ട് ഒരു ഒരുപാട് മഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായത്. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നാടായതുകൊണ്ട് രാജകീയമായ ഒരു ഭാഗമായിരിക്കും, ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക, രാജകീയമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീമോഫീലിയ ആകുമ്പോൾ ഹിമം ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞായിട്ട് കണക്ട് ചെയ്യാം, ക്രിസ്മസ് അപ്പൂപ്പനെ കണക്ട് ചെയ്യാം. അപ്പോൾ ക്രിസ്മസ് രോഗം രാജകീയമായിട്ടുള്ളതാണ്, അല്ലേ. അപ്പോൾ രാജകീയ രോഗമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് രക്തസമ്മർദ്ദം, നിശബ്ദനായ കൊലയാളി. ഓക്കെ, രക്തസമ്മർദ്ദം, നിശബ്ദനായ കൊലയാളി. നെക്സ്റ്റ് സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. അരിവാൾ രോഗം എങ്ങനെ കണക്ട് ചെയ്യാം? സൈക്കിളിൽ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ഈ റൈഡേഴ്സൊക്കെ സൈക്കിളിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ വളഞ്ഞിട്ടാണ് പോവുക. ഓക്കെ, സാധാരണ ആൾക്കാർ പോകുന്ന പോലെ അല്ല, അവരൊരു വളവുണ്ടാവും, അല്ലേ, നല്ലോണം വളവുണ്ടാവും. അപ്പോൾ അതൊരു അരിവാൾ പോലെ വളഞ്ഞിട്ടാണെന്ന് കണക്ട് ചെയ്യുക. ഒരു അരിവാൾ പോലെ വളഞ്ഞിട്ടാണെന്ന്, ഈ സൈക്കിളിൽ പോകുന്ന ആൾക്കാർ അരിവാൾ പോലെ വളഞ്ഞിട്ടാണ് നിൽക്കുകയെന്ന് നമുക്കൊരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അല്ലേ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗമായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ സൈക്കിളിലാണ് നമ്മൾ അരി വാങ്ങാൻ പോകുന്നതെന്നും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. സൈക്കിളിലാണ് അരി വാങ്ങാൻ പോകുന്നതെന്നും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. നെക്സ്റ്റ് സ്കർവി, നാവികരുടെ പ്ലാഗ്. ഓക്കെ, നമ്മൾ വിറ്റാമിനിൽ പഠിച്ചതാണ് ഓൾറെഡി, അപ്പോൾ മറക്കാതിരിക്കുക. സ്കർവി, നാവികരുടെ പ്ലാഗ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യം നമുക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ കോഡ് വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. രോഗങ്ങളും അപരനാമങ്ങളും. അപ്പോൾ ചിക്കൻ പോക്സ്, വെരിസെല്ല. ഓക്കെ, എന്താ പറഞ്ഞ കോഡ്? ചിക്കൻ പോക്സ് വാരിയെടുക്കും, വെരിസെല്ല. സ്മോൾ പോക്സ്, സ്മോൾ ഓല, വെരിയോല. നെക്സ്റ്റ് ജർമ്മൻ മിസിൽസ്, റുബെല്ല. ഓക്കെ, മസിലുള്ള ആൾ ജാറ് വാങ്ങിയാൽ റൂമെന്ന് ബെല്ല എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് മിസിൽസ്, വെറും മിസിൽസ് ആകുമ്പോൾ സീലടിക്കുന്നത് റൂപ്പീൻ്റെ സീലടിക്കും. ഓക്കെ, ടെറ്റനസ്, ടൈറ്റ്, ലോകം മൊത്തം ടൈറ്റാണ്, കുതിരക്കും ടൈറ്റാണ്. ലോക്ച, കുതിര സന്നി. വില്ലൻ ചുമ, വില്ലൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടുപോകും, പെർട്ടോസിസ്. കൺജക്റ്റീവ്സ് എന്താണ്? പിങ്ക് ഐ, കണ്ണ്, ഐ. ക്ഷയം, വൈറ്റ് പ്ലാഗ്. യക്ഷി, വൈറ്റ് ബാഗ് എടുത്തിട്ട് വരും, അല്ലേ. നെക്സ്റ്റ് പ്ലാഗ്, കറുത്ത മരണം. ബാഗ്, കറുത്ത ബാഗ്. ഓക്കെ, നെക്സ്റ്റ് ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ്. ഗോയിറ്റർ, കോയി എന്താണ്? ഗ്രേവി, അല്ലെ, കോയിൻ്റെ ഗ്രേവി, ഗ്രേവ്സ് ഡിസീസ്. നെക്സ്റ്റ് ട്യൂബർകുലോസിസ്, ട്യൂബ് പോലുള്ളത് കോക്ക്, അല്ലെ, കോക്സ് ഡിസീസ്. എലിപ്പനി, വീൽസ് ഡിസീസ്. എലിപ്പനി, വീല്. ഓക്കെ, വീൽസ് ഡിസീസ്. മലമ്പനി, ബ്ലാക്ക് വാട്ടർ ഫീവർ.
കുഷ്ഠം എന്താണ്? ഹാൻഡ് അല്ലേ? ഹാൻസൻസ് ഡിസീസ്. ഡെങ്കിപ്പനി ഡാങ്കിഡെമുമ ബ്രേക്ക് ഇടും അല്ലെ? ബോണിലേക്ക് കയറിയിട്ട് കുന്തത്തിൽ കയറിയിട്ട് പോകുമ്പോൾ ബ്രേക്ക് ഇടും. ബ്രേക്ക് ബോൺ ഡിസീസ്. ആന്ത്രോക്സ് ഈജിപ്തിലെ 5ാം പ്ലാഗ്. സാർസ് കില്ലർ ന്യൂമോണിയ. സാർസ് കില്ലർ ന്യൂമോണിയ. നെക്സ്റ്റ് ഹീമോഫീലിയ. ഹിമം അല്ലെ? ഹിമ കാണാം. നമുക്ക് മഞ്ഞ് വരുന്നില്ലേ? മനസ്സിലായി? മഞ്ഞിൻ്റെ സ്ഥലത്താണ് ആരുള്ളത്? ക്രിസ്മസ് അപ്പൂപ്പനുള്ളത്. ഇപ്പോൾ രാജകീയമായിട്ടുള്ളൊരു രീതിയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലേ അവിടെയൊക്കെ. അപ്പോൾ ഹിമോഫീലിയ ക്രിസ്മസ് രോഗം, രാജകീയ രോഗം. നെക്സ്റ്റ് രക്തസമ്മർദ്ദം, നിശബ്ദനായ കൊലയാളി. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സൈക്കിളിലാണ് അരി കൊണ്ടുവരിക, അല്ലെങ്കിൽ സൈക്കിളിലിരിക്കുന്നവരൊക്കെ എന്താ അരിവാള് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. നെക്സ്റ്റ് സ്കർവി, നാവികരുടെ പ്ലാഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു ഭാഗമാണ്. കൃത്യമായിട്ട് പഠിക്കുക, എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ കോഡ് മറക്കാതിരിക്കുക. ഒരു 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറിവാവുന്നതേ ഉള്ളൂ. ഓക്കെ, എക്സാമിന് പോകുന്ന സമയത്ത് അത് തലേ ദിവസം ഒന്ന് കേട്ട് പോവുക. ഓക്കെ, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് കേട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.